ഹോം സ്റ്റേ ലൈഫിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച കണ്ടുകൊണ്ടിരുന്ന വീടിന്റെ അടുക്കള കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണുന്നത്. സിയാത്ത, അടുക്കളയെ പറ്റി എന്താണ് പറയാനുള്ളത്? വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയയാണ് എൻ്റെ അടുക്കള. എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അടുക്കള. ഫുൾ ഒരു വൈറ്റ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു വൈറ്റിൽ തന്നെ വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഭാഗം എന്താ ഇങ്ങനെ ഡബിൾ തിക്നെസ്സിൽ കൊടുത്തേക്കുന്നത്? ഇത് നാനോ വൈറ്റ് ആണ് മെറ്റീരിയൽ. ഇത് നമുക്ക് ഭാവിയിൽ ഇവിടെ ഒരു അഴുക്കിന്റെ ഒരു ബ്ലാക്ക് ലൈൻ വരാൻ ചാൻസ് ഉണ്ട്. അഴുക്കൊന്നും കാണാണ്ടിരിക്കാൻ വേണ്ടി ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഇടയിൽ ഗ്രാനൈറ്റ് പീസ് ചെയ്തിരിക്കുന്നു. ഇതൊരു സാൻഡ്വിച്ച് പോലെ. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കണത്. ഇവിടെ താഴെ WBC ലൂറാണ് സെറ്റ് ചെയ്തേക്കണത്. ഇവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്, ചെറിയ സ്പോട്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒറിജിനൽ പ്ലാന്റ്സിനാണ് നമ്മൾ കൊടുത്തേക്കണത്. കിച്ചണിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകളെല്ലാം നമ്മൾ റൂമുകളിൽ തന്നെ ചെയ്തേക്കണ അലുമിനിയത്തിൽ തന്നെയാണ് കിച്ചണും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ ലോഫ്റ്റിൽ വേറെ അലുമിനിയം തന്നെ ഹൈലം ഷീറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഹുഡ് ആൻഡ് ഹോബും കൊടുത്തിട്ടുണ്ട്. ഹുഡ് ആൻഡ് ഹോബ് കൊടുത്തിട്ടുണ്ട്. ഹുഡ് ആൻഡ് ഹോബ് സെൻസർ ഉള്ള ടൈപ്പാണ്. നമ്മ ഇങ്ങനെയാണ് ഇതിന്റെ ടാൻഡം ബോക്സ്. ഇത് കട്ട്ലറി ബോക്സ്. ഇത് പുൾ ഔട്ട്, ബോട്ടിൽ പുൾ ഔട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മ അധികം ഇവിടെ യൂസ് ചെയ്യാറില്ല. സെക്കൻഡ് കിച്ചൺ ഉണ്ട്. ഇവിടെ ഇത് സ്റ്റീലാണ്. അല്ല, ഇത് കോട്സിന്റെ മെറ്റീരിയലാണ്. ഇവിടെ ഒരു ഓവനും ഓവൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ ഈ ഫ്രിഡ്ജും വൈറ്റ് കളറിൽ ഒപ്പിച്ച് കൊറേ നടന്ന് കൊറേ നമ്മ നോക്കി. വൈറ്റ് കളർ ഫ്രിഡ്ജ് റെയർ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. കിച്ചന് മാച്ച് ആയിട്ട് തന്നെ വൈറ്റ് തന്നെ വേണമെന്നൊരു ഇതുണ്ടായിരുന്നു, നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ വൈറ്റ് തന്നെ. ഈ വാളിലും ടൈൽ തന്നെയല്ലേ കൊടുത്തേക്കുന്നത്? നമ്മ കിച്ചണിൽ മൊത്തം വൈറ്റ് ടൈൽ തന്നെയാണ് കൊടുത്തേക്കണത്. അതിൽ ഗോൾഡൻ ബീഡിങ് കൊടുത്തിട്ടുണ്ട്. ചുറ്റും കിച്ചൺ തന്നെ നമ്മൾ ചെയ്തേക്കണം. ഇനി നമുക്ക് സെക്കൻഡ് കിച്ചണിലോട്ട് പോവാം. ഇതാണ് ഇപ്പൊ പ്രധാന വർക്കിംഗ് കിച്ചൺ അല്ലേ? ഇവിടെയാണ് നമ്മൾ മെയിൻ ആയിട്ട് കുക്കിംഗ് ഒക്കെ. ഇത് എങ്ങനെ മെറ്റീരിയൽ? സെയിം മെറ്റീരിയൽ തന്നെയാണോ? അലുമിനിയം ഫാബ്രിക്കേഷൻ തന്നെ, ഫുൾ അലുമിനിയത്തിൽ തന്നെയാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. ഇവിടെ കുറെ ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മ അധികം സെക്കൻഡ് കിച്ചൺ അല്ലേ, അപ്പൊ അധികം ഓപ്പണിങ് കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അതേപോലെ തന്നെ ലോഫ്റ്റും കൊടുത്തിട്ടില്ല. ലോഫ്റ്റ് ഇവിടെ കൊടുത്തിട്ടില്ല. ഇവിടെ ഒരു ഓപ്പണിങ്, അവിടെ ഒരു പർഗോള സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പകല് നല്ല ലൈറ്റ്സ് കിട്ടും. ഇവിടെ ഒരു ഹുഡ് ആൻഡ് ഹോബ്. ഇവിടെ ഹുഡ് ആൻഡ് ഹോബ് തന്നെ നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ നോർമൽ സിങ്ക്. ഇത് ഗ്രാനൈറ്റ്. ഇത് ഗ്രാനൈറ്റ് തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു വലിയൊരു വിൻഡോയും കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പൊ നമുക്ക് മുകളിലെ കാഴ്ചകൾ കാണാം. ഇവിടെ ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ടല്ലേ? ഇവിടെ വെർട്ടിക്കൽ പർഗോളസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ഫിക്സഡ് ഗ്ലാസ്, ഒരു 3 മാത്രം ഓപ്പണിംഗ് കൊടുത്തിട്ടുള്ളൂ. പിന്നെ വെർട്ടിക്കൽ മുകളിൽ കൊടുത്തിട്ടുണ്ട് പർഗ്ലാസ്. ഇവിടെ ഒരു വലിയൊരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇതൊരു ബെഡ്റൂം ആണല്ലേ? ഇതൊരു ബെഡ്റൂം ആണ്. ഇതില് ബെഡ് ഇത് നമ്മ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള കാരണം സാധനം ഡെലിവറി ആയിട്ടില്ല. നമ്മ പെട്ടെന്ന് റംസാന് മുന്നേ കയറണം എന്നുള്ളതിലേക്ക് നമ്മ പെട്ടെന്ന് കേറിയപ്പോ കസ്റ്റമൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായില്ല അവരത്. ഈ വാർഡ്രോബും സെയിം മെറ്റീരിയൽ, അലുമിനിയത്തിന്റെ വീട്ടിൽ കൂടുതലും യൂസ് ചെയ്തേക്കണ അലുമിനിയം. നമ്മുടെ വീട്ടിൽ അലുമിനിയം തന്നെയാണ്, നമ്മ ഫുൾ അലുമിനിയം ഫാബ്രിക്കേഷൻ തന്നെ ചെയ്തിരിക്കുന്നത്. അതിൽ WPC പാനലിന്റെ ലൂറിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു ചെറിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവിടെ ഒരു ഗ്ലാസും, അവിടെ ഒരു ഗ്ലാസ് പാർട്ടീഷൻ, വിൻഡോയ്ക്ക് പകരം ഒരു ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നത്. എന്താ കൂടുതൽ അലുമിനിയം മെറ്റീരിയൽ യൂസ് ചെയ്യാൻ കാരണം? അത് കോസ്റ്റ് എഫക്റ്റീവ് ആണ്, പിന്നെ ലാസ്റ്റിംഗ് ആണല്ലോ. അതിന്റെ പേരിലാണ് നമ്മ വെയിറ്റ്ലെസ് ആണെന്നോ? വെയിറ്റ്ലെസ്, അത്യാവശ്യം വെയിറ്റ്ലെസ് ആണ്, ലാസ്റ്റിംഗ് ഉണ്ട്. 4 ബെഡ്റൂം ഉണ്ടെന്നല്ലേ പറഞ്ഞ? ഇനി അടുത്ത ബെഡ്റൂം കണ്ടാലോ? അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം. ഇത് ബെഡ്റൂം ആണ്, പക്ഷെ ഇതൊരു വലിയ ലിവിങ് പോലെ ഫീൽ ചെയ്യുന്നത്. അത് നമ്മ ഇപ്പൊ ഒരു ടി വി റൂമായിട്ട് സെറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കണത്. ഇത് പിന്നീട് റൂമായിട്ട്
കൺവേർട്ട് ചെയ്യാന്നുള്ള റൂമായിട്ട് കൺവേർട്ട് ചെയ്യാന്നുള്ള പ്ലാനിങ്ങിലാണ്. നമ്മ ഇവിടെയും കസ്റ്റമൈസ്ഡ് റിക്ലൈനറാണ് നമ്മ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതും കസ്റ്റമൈസ് ചെയ്തിരിക്കണ്. അപ്പോൾ അത് ഇനി നെക്സ്റ്റ് വീക്കിൽ ഡെലിവറി ആവുള്ളൂ. നമുക്ക് പെട്ടെന്ന് കയറിയതിന്റെ ഒരു ടൈം കിട്ടിയില്ല. പിന്നെ ഈ വാള് ഫുള്ള് നമ്മ ഗ്ലാസ് ആയിട്ടാണ് നമ്മ പറഞ്ഞ് ചെയ്യിച്ചതാണ്. എന്റെ ഗ്ലാസ് കൊടുക്കാനുള്ള ഒരു റീസൺ എന്താ? അല്ല, നമുക്കത് ഇഷ്ടായിട്ട് എന്താണ് ഫ്രണ്ടിൽ നോക്കുമ്പോ ഒരു വാള് ഫുള്ള് ഗ്ലാസ് വീടിന് എക്സ്റ്റീരിയർ വ്യൂ വേണ്ടി നമ്മൾ ചെയ്യിച്ചതാണ്. പിന്നെ ഇത് ഫിക്സഡ് ആണ്. യുപിഎസ്സിൽ ടഫ് ആൻഡ് ഗ്ലാസ് ആണ് നമ്മൾ. പിന്നെ ഇത് ഹൈഡ് ചെയ്യാൻ എന്തെങ്കിലും നമ്മുടെ കട്ടൻ വരും. 2 ലെയറിൽ ഡബിൾ ലെയറിൽ കട്ടൻ വരും. അതും കസ്റ്റമൈസ് ചെയ്യുന്ന കാരണം റെഡി ആയി വരുന്നുള്ളൂ. എന്തായാലും വീടിന്റെ ഏറ്റവും വലിയ ഭംഗി ഈ ഗ്ലാസ് തന്നെയാണ്. ഫ്രണ്ടിൽ നോക്കുമ്പോ നല്ല ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണത് ഈ ഗ്ലാസ് തന്നെയാണ്. നിങ്ങളുടെ വീട് ഫുൾ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് ബ്രില്യൻ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് ആണല്ലോ. നിങ്ങൾ ഇങ്ങനെ വേറെ ആൾക്ക് റെക്കമെൻഡ് ചെയ്യോ അവരെ? എന്താണ് അവരെ പറ്റിയുള്ള അഭിപ്രായം? തീർച്ചയായും. അത് എന്താണോ നമ്മ മനസ്സിൽ വിചാരിക്കണത് അത് അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തു തരും. നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അവരുടെ വർക്കിൽ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി അടുത്ത ആഴ്ച കാണാം. ബൈ.